അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്, ബീച്ച് ബഗ്ഗി റേസിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഗെയിം എങ്ങനെയാണ് ഉള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷം മുമ്പേ. അതുകൊണ്ട് എനിക്ക് ചിലതൊക്കെ അൺലോക്ക്ഡ് ആണെന്ന് തോന്നുന്നു. 5 കിട്ടിയിട്ടുണ്ട്. അടുത്ത് പോവാം. അപ്പോൾ ഡെയിലി ചാലഞ്ച് എന്താ നോക്കാം. അന്ന് വല്ല കാര്യമൊന്നുമില്ല ഗൈസ്. അപ്പം ഇതായിരുന്നു എൻ്റെ ഇത്. ക്യാരക്ടർ ലൈലാന എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിറയെ ടൈപ്പ് കാർസ് ഉണ്ട്. ഡ്യൂൺ ജമ്പർ, റാലി പ്രോ, ലൈറ്റ്നിങ്, ലൂണ റോവർ, ലംബിനി, ഗ്രിം റോഡ്, റോക്ക് സ്റ്റോംബർ, റൈനോ, ഗ്രാൻഡ് ട്രിക്സ്, കിലോവാട്ട്. ഇതായിരിക്കും നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇതായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന വണ്ടി, ബീച്ച് ബഗ്ഗി. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഗ്രേഡ് ബട്ടൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. മീൻസ് ഇതിപ്പോൾ 100 HP വണ്ടിയാണ്. നിങ്ങൾക്കിത് 250 HP ആക്കണമെങ്കിൽ ഇതുണ്ട്, ഒരു ബ്ലാക്ക്, ഒരു ഈ ആക്സിലേഷൻ, ടോപ്പ് സ്പീഡ്, ഹാൻഡ്ലിങ്, സ്ട്രെങ്ത്ത്. ഇതിൽ ഇവർ പറഞ്ഞത് വരെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇത് 250 HP ആവും. ഇതൊന്ന് അപ്ഗ്രേഡ് ആവും. നമ്മളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോണത്. പിന്നെ ഈ പെയിൻറ്റ് കാർ ബട്ടണിൽ നമുക്ക് വേണമെങ്കിൽ കാറിൻ്റെ കളർ മാറ്റാം, ഈ ചിത്രങ്ങളുടെ കളർ മാറ്റാം, ഓരോരോ പുതിയ പുതിയ ചിത്രങ്ങൾ വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് ഇതാണ്. ഞാൻ ഇപ്പോൾ സോറി ഗൈസ്, ഞാൻ ഇതാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെയാണ് പവർ അപ്സ്. ഈ ഗെയിമിൽ തന്നെ നിറയെ തരം പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മളെ എനിമീസിനെ ബ്ലാസ്റ്റ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഫയർ വർക്ക്. മീൻസ് ഇത് സ്ട്രെയിറ്റ് പോകുന്ന ഒരു അറ്റാക്കാണ്. മീൻസ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ആളുണ്ടെങ്കിൽ അയാൾ നമുക്ക് ഈ ഫയർ വർക്ക് വെച്ചിട്ട് അയാൾ ബ്ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ അയാൾ നോക്കാവും. ഇതെന്ന് വെച്ചാൽ ടിക്കി സീക്കർ. ഇതെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നിട്ടാലും നമ്മൾ എടുത്തുള്ള എനിമീസിനെ പോയിട്ട് അത് നോക്കാക്കും. ഇത് രണ്ട്, ഈ ഫയർ വർക്കും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഫയർ വർക്ക് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് പോകും. ടിക്കി സീക്കർ എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള എനിമീസിൻ്റെ അടുത്ത് പോകും. പിന്നെ ഇതാണ് ഓയിൽ സ്ലിക്ക്. ഇത് നമ്മൾ നിരത്ത് വയ്ക്കും. പിന്നെ ആരെങ്കിലും അതിൽ ചവിട്ടുകയാണെങ്കിൽ അയാളെ കൺട്രോൾ പോയിട്ട് അയാളെ വണ്ടി ഔട്ട് ഓഫ് ബൗണ്ട് പോകും. ഇതാണ് ലോ ഗ്രാവിറ്റി. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെടുത്തുള്ള എല്ലാ എനിമീസും ഔട്ട് ഓഫ് കൺട്രോളായി പറന്നു പോകും. അതുകൊണ്ട് അവർക്ക് ആ കറക്റ്റ് സ്ഥലത്ത് പോകാൻ പറ്റില്ല, അവർ ഔട്ട് ഓഫ് ബൗണ്ട്സ് പോകും. പിന്നെയാണ് ഇത് ഡെത്ത് ബാറ്റ്. ഇതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളാണ് സെക്കൻഡ് വരച്ചോ, നമ്മളെ മുമ്പത്തെ ആൾ ഭയങ്കര ദൂരെ. അപ്പോൾ നമ്മൾ ഈ ഡെത്ത് ബാറ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ മുമ്പത്തെ ആൾക്കാരെ നമ്മളെ ഏറ്റവും മുമ്പത്തെ ആളെ ഈ ഡെത്ത് ബാറ്റ് കൊല്ലും, നോക്കാക്കും. ഇതാണ് സ്പൈക്ക് ടയർ. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്രിഫ്റ്റ് ആയി പോകുമ്പോൾ ഔട്ട് ഓഫ് ബൗണ്ട്സ് പോവില്ല, നല്ല കട്ട് ചെയ്യും. ഇതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ഥലത്തിൽ ഇത് യൂസ് ചെയ്ത കാര്യമുള്ളൂ, അല്ലാത്ത സ്ഥലത്ത് യൂസ് ചെയ്ത കാര്യമല്ല. ഇതാണ് ബൂസ്റ്റ്. ഇത് നിങ്ങൾക്കറിയാലോ, ഗോ മാസ്റ്റർ വിത്ത് ബൂസ്റ്റ്. ഇത് ഷീൽഡ്. ഇങ്ങനത്തെ ഡെത്ത് ബാറ്റ്, ഫയർ വർക്ക്, ഇത് ഇങ്ങനത്തെ ഒരു എബിലിറ്റി വെച്ചിട്ട് ഇതിനെ അടിക്കാൻ വന്നാലും പക്ഷേ ഈ ബേസിക് ഷീൽഡ് ഇടാണ് നമുക്കൊന്നും സംഭവിക്കില്ല. ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഡയമണ്ട്സ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് 20 ഡയമണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ 4 ഇഷ്ടമുള്ള ഒന്ന് ഞാൻ അൺലോക്ക് ചെയ്യും. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അറ്റാക്ക് എന്ന് വെച്ചാൽ ഈ ഡെത്ത് ബാറ്റാണ്. അപ്പോൾ നമുക്ക് ഡയമണ്ട്സ് ഉണ്ടാക്കിയിട്ട് വേണം ഒരു പുതിയ. പിന്നെ 6 കാർസ് ഉണ്ടല്ലോ. പിന്നെയാണ് 6 ഡ്രൈവർ. ഈ ഡ്രൈവേഴ്സ് നിറയെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഫസ്റ്റ് തന്നെ കിട്ടുന്നതാണ് റെഡ്. ഇവൻ്റെ പവർ എന്ന് വെച്ചാൽ ബേണിങ് റബ്ബർ മീൻസ് നമ്മുടെ ടയറ് തീ പിടിക്കും, പിന്നെ ഭയങ്കര ഫാസ്റ്റ് നമുക്ക് പോവാം. ഇതാണ് മെക്സ്കെല്ലി. ഇവൻ്റെ പവർ എന്ന് വെച്ചാൽ ഗോസ്റ്റ് റൈഡാ. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻവിസിബിൾ ആവും. മീൻസ് നമ്മളെ ഏത് വണ്ടി ഇടിച്ചാലും നമുക്കൊന്നും പറ്റില്ല, ഏത് അറ്റാക്ക് വന്ന് ഇടിച്ചാലും നമുക്കൊന്നും പറ്റില്ല. മീൻസ് നമ്മളൊരു ഷാഡോ പോലെ ആയിരിക്കും. ഇതാണ് ഡിസ്കോ ജിമ്മി. ഇവൻ്റെ ഡാൻസ് ഫീവർ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇത് പറഞ്ഞിരിക്കുന്നത് ഡിസ്കോ ജിമ്മിയുടെ ഈ ഒരു ഡാൻസ് ഫീവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നതാണ്. ഇതാണ് ബീസോർബ്. ഇവൻ്റെ അറ്റാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെലിപ്പോർട്ട് ആവാം. ഇവൻ്റെ ടിക്കിക്കേഴ്സ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടിക്കി കോഡിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺഫ്യൂസ് ചെയ്യാം ആൾക്കാരെ. പിന്നെ അടുത്താണ് ക്യാരറ്റാണ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ റാപ്പിഡ് ഫയർ പോലെ ഇങ്ങനെ വിടാം, നമ്മളെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് നോക്ക് ചെയ്യാം. ഇതാണ് ഓഫ് ദ റോഡ്സ്. ഇത് സ്പീഡ് കൂട്ടും നമ്മുടെ. ഇതാണ് ലൈലാനി. ഇവളെന്ന് വെച്ചാൽ ഫ്ലവർ പവറാണ്. ഭയങ്കര സ്പീഡിൽ നമ്മളെ വണ്ടി പോകും. മീൻസ് നമ്മുടെ പുറകിൽ നമ്മൾ ഒരു ഫ്ലവർ പോലത്തെ ഒരു സ്പേസ് വിടും. അതിലാരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഓരോ വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ പോകും, ഓരോ സ്പീഡ് സ്ലോ ആവും. ഇതാണ് ബീച്ച് ബ്രോ. ബോൾ ബ്ലാസ്റ്റർ എന്ന് വെച്ചാൽ നിറയെ ബോള് വിടും. അപ്പോൾ ആരെങ്കിലും ഈ ബോൾ തട്ടിയിട്ട് തെറിച്ച് പോകും, അല്ലെങ്കിൽ ബോൾ തട്ടിയിട്ട് നോക്കാവും. ഇതാണ് റോക്കി റോളർ. ഇവരുടെ പവർ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഒരു ബോക്സിംഗ് ഗ്ലൗവ് വരും. അപ്പോൾ നമ്മളെ ഏതെങ്കിലും വണ്ടീനെ പോയി ഇടിക്കുകയാണെങ്കിൽ ഒരു നോക്കാവും. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടേഴ്സ്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് ലൈലാനിയും റസുമാണ്. ഞാൻ ലൈലാനിയുടെ പവർ ഇട്ടിട്ടാണ് കളിക്കൽ. അപ്പോൾ നമുക്ക് 20 ഡയമണ്ട് ഉണ്ട്. ഏതെങ്കിലും മേടിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഏത് മേടിക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കേട്ടു. ഇതാണ് സീരീസ്. ഇതിൽ നിറയെ സീരീസ് ഉണ്ട്. ഇതിൽ ഓരോരോ സീരീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ സ്ഥലം അൺലോക്ക് ആവും. ഇത് രണ്ടും 100 HP ആണ്. മീൻസ് ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് സാധാ 100 HP സാധാ വണ്ടിയുടെ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് 250 HP വേണം. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ 500 HP വേണം. ലാസ്റ്റത്തെ 2 ചെയ്യണമെങ്കിൽ 1000 HP. ഈ ലാസ്റ്റത്തേന്ന് വെച്ചാൽ മീൻസ് നമ്മളിത് ഓരോന്ന് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഓരോരോ ക്യാരക്ടേഴ്സിനെ കിട്ടും. ഈ ഈസി സ്ട്രീറ്റ് ആണ് ഫസ്റ്റ്. ഇതിൽ നമ്മൾ ലാസ്റ്റത്തേത് കളിക്കുകയാണെങ്കിൽ ലൈലാനിനെ കിട്ടും. ഇത് കോക്കോണട്ട് കപ്പ്. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലാസ്റ്റത്തെ കളിക്കുകയാണെങ്കിൽ നമുക്ക് ബീച്ച് ബ്രോനെ കിട്ടും. സോറി, ബീച്ച് ബ്രോ അല്ല, ഏതൊരാളെ കിട്ടും. ഞാൻ ഉണ്ട്. ഇത് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കളിക്കുകയാണെങ്കിൽ നമുക്ക് ബീച്ച് ബ്രോനെ കിട്ടും. ഇത് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കോ ജിമ്മിനെ കിട്ടും. ഇത് കളിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഞാൻ പറയാം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഇതിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് എൽസിപ്പോനെ കിട്ടും. ഇതിൽ കളിക്കുകയാണെങ്കിൽ ഊഗൂഗിനെ കിട്ടും. ഇതിൽ കളിക്കുകയാണെങ്കിൽ റോക്കി റോളറിനെ കിട്ടും. ലാസ്റ്റത്തെ കളിക്കുകയാണെങ്കിൽ ബീസോർബിനെയും കിട്ടും. ഇത് കളിക്കുകയാണെങ്കിൽ നമുക്ക് മെക്സ്കെല്ലിനെ കേട്ടോ കിട്ടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കോക്കോണട്ട് കപ്പാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാൽ അവനെടുക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. പുതിയ മാപ്പാ തോന്നുന്നത്. അടുത്ത ലാപ്പിൽ ആൾക്കാർ വരുമ്പോൾ
സ്റ്റക്കായി. ഒന്നും കൂടി നോക്കാൻ പറ്റുന്നു. നൈട്രോ എടുത്തിട്ടുണ്ട്. ഈ വളവും തിരിവുള്ള സ്ഥലത്ത് നൈട്രോ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ വണ്ടി നിങ്ങൾക്ക് ലൈലാനിയുടെ പവർ എന്താണെന്ന് കാണിച്ചു തരാം. ഫ്ലവർ പറഞ്ഞില്ലേ വളവിലൊക്കെ യൂസ് ചെയ്യാണെങ്കിൽ നിങ്ങളൊരു നല്ലൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ വളവിൽ യൂസ് ചെയ്തോളും, പ്രശ്നമില്ല. പക്ഷെ ഫസ്റ്റ് ബേസിക് ബിഗിനേഴ്സ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് ബുദ്ധിയാണ്. ഇവരൊക്കെ ഭയങ്കര പ്രോ ആട്ടോ. അതാണ് ഡെറ്റ് ബാറ്റ്. നമുക്ക് കൊടുക്കണം. എനിക്കിത് ചമ്മന്ന് കളിയാണ്. അതാ ഗൈസ് നമ്മൾ ചമ്മി. നമ്മൾ തേർഡ് എത്തിയതല്ലോ ഗൈസ്. ഒന്നുകൂടി നോക്കാം. ഇതിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. Mano, se seu celular trava muito, se seu celular tá naquela lentidão, galera, eu vou recomendar um aplicativo muito bom pra você, galera. അപ്പോൾ ഇത് നമുക്ക് ജയിക്കണം. പിന്നെ പുതിയ നമുക്കൊരു പവർ എടുക്കാം. നല്ലൊരു പവറൊക്കെ ഏതെടുക്കുമെന്നാണ് ഗൈസ് ആലോചിക്കുന്നത്. നമുക്ക് 24 ഡയമണ്ട് ഉണ്ടാണ്ട് 20ൻ്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഇതെടുക്കണം. ഇത് നല്ല പവറാണ്. ഇത് നമ്മുടെ ടിക്കി ബ്ലാസ്റ്റ് ഇല്ലേ, അതിൻ്റെ ഏകദേശം അതേപോലെ ഇതില്ലേ ടിക്കി കിക്കർ, അതേപോലെ തന്നെയാണ് ഫയർ ബോൾ. നമുക്ക് ഒന്നുകൂടി കുറച്ചാം കോക്കോണട്ട് ആക്കാം. ഇപ്പോൾ എൻട്രി ഫീ ഈ കളി നമുക്ക് ജയിക്കണം. പുതിയ പവർ ഈ കളി ജയിക്കണം. നോക്കാം. നമുക്ക് ഫയർ നമ്മുടെ പുതിയ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അവൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കതിടാം. ഗൈസ് അങ്ങനെ നമ്മൾ ഫയർ എത്തില്ല നോക്കാം. ഇതിൻ്റെ കഴിഞ്ഞു.
ലാസ്റ്റത്തെ സെക്കൻഡ് മില്ലി സെക്കൻഡ് നമ്മൾ തോറ്റു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും മൂന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്നാ വേറെ റേസൊക്കെ കാണിച്ചു തരാം. അതൊന്നും നടക്കുമോയെന്നറിയില്ല. നിങ്ങൾക്ക് ഞാൻ ചാമ്പ്യൻഷിപ്സ് കാണിച്ചു തരാം. ഇതാണ് ചാമ്പ്യൻഷിപ്സ്. ഇതെല്ലാ വണ്ടിയിലും ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ചില വണ്ടീനൊക്കെ പൈസ കൊടുക്കണം. ഓക്കെ, നമുക്ക് ബിഗ് ബഗ്ഗിയുടെ ചാമ്പ്യൻഷിപ്പ് ഡെയിലാൻഡ്. ഇതിൽ നമ്മൾ 3 മാസത്തിൽ നമുക്ക് 10 അത്ര പവർ നോക്കണം. നല്ല പവർ ഫോർത്താ. ഇതിൽ 4 കളിയുണ്ട്. അപ്പോൾ നമുക്ക് 4 കളിയിൽ പിന്നെ ഗൈസ് നിങ്ങളിപ്പോഴും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഗൈസ്. വെറുതെ അല്ലേ നമ്മളൊരു കളിയും ജയിക്കാത്ത. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നമ്മൾ കളി ജയിക്കൂ. കമോൺ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, എന്നാലേ നമ്മൾ കളി ജയിക്കൂ. ഗോ, നമ്മൾ കളി ജയിക്കണം. ജയിച്ചേ പറ്റൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. 3, 2, 1 സബ്സ്ക്രൈബ്. ഇങ്ങനത്തെ സാധനം
പുതിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഡൈനോ ജംഗിൾ. പുതിയ സ്ഥലം നമുക്ക് നോക്കാം ഈ സ്ഥലത്ത് എന്താ പ്രത്യേകത. നിറയെ പുതിയ സ്ഥലം കിട്ടാം. അത് ചീറ്റിംഗ് ആയിരുന്നു ഗൈസ്. What is this guys? ഇനി നമുക്ക് കുറച്ച് കളിയും കൂടിയുള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ കളിയെങ്കിലും നമുക്ക് ജയിക്കണം, ഫസ്റ്റ് അടിക്കണം. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നതാണ് ഗൈസ്. സെക്കൻഡ് ലാസ്റ്റ് ആകും ഗൈസ്. ജയിക്കണം. ഈ സ്ഥലത്താണ് നമുക്ക് ആ ടയർ യൂസ് ചെയ്യുന്നത്.
നമ്മൾ ഒരു കളി ജയിച്ചു ഗൈസ്. ഇങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ തേർഡ് അടിച്ചിട്ടുണ്ട്. 450 കോയിനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിർത്തല്ലേ, നമുക്ക് ഇച്ചിരി അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ട് നിർത്താം. കുറച്ച് അതും കൊടുക്കാം. ഓക്കെ, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.